ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ റമദാനൊക്കെ അവസാനിക്കാറായില്ലേ. അപ്പോൾ ഞാൻ ഈ ഒരു വ്ളോഗ് എടുക്കുന്നത് നോമ്പ് 18-നോ 19-നേറ്റാണ് കേട്ടോ. ഇതിപ്പോൾ അത്താഴത്തിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് അധികം കുക്കിംഗ് ഒന്നും ചെയ്യാറില്ല. ഇടയ്ക്കൊക്കെയാണ് ഇതുപോലെ കിച്ചണിൽ കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാറുള്ളൂ. ഇന്നെന്തായാലും നെയ്ച്ചോറും ചിക്കൻ കറിയാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ തോലി കളഞ്ഞിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. പിന്നെ നിങ്ങൾ എൻ്റെ ഈ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻറ്റും ചെയ്യുക. ഞാൻ അധികം ഡേ ഇൻ മൈ ലൈഫ് ഡെയിലി വ്ളോഗൊക്കെ ഇടുമ്പോൾ അധികം വ്യൂസ് കുറവാണ് ഉണ്ടാവാറുള്ളത്. ലാസ്റ്റ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഖത്തറിൽ വന്നിട്ടുള്ള ഫസ്റ്റ് ഡേ ഒരു വ്ളോഗായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അപ്ലോഡ് ചെയ്യുമ്പോൾ കുഴപ്പമില്ലാത്ത വ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കമൻറ്റും ഉണ്ടായിരുന്നു, ഇനിയും ഇതുപോലത്തെ വ്ളോഗ്സൊക്കെ ഇടുമെന്ന് പറഞ്ഞിട്ട് കമൻറ്റൊക്കെ കണ്ടിരുന്നു. അപ്പോൾ എനിക്ക് ഡേ ഇൻ മൈ ലൈഫ് ഡെയിലി വ്ളോഗ്സൊക്കെ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാട്ടോ. പക്ഷേ വ്യൂസ് ഭയങ്കര കുറവായതുകൊണ്ട് ഞാൻ അധികം അത് എടുക്കാറില്ല ഇപ്പോൾ. പിന്നെ ഞാൻ ട്യൂട്ടോറിയൽസ് എഡിറ്റിംഗ് വീഡിയോസൊക്കെ ഇടുമ്പോൾ അത്യാവശ്യം നല്ല വ്യൂസ് കയറാറുണ്ട്. അത്യാവശ്യം നല്ല കമൻറ്റും നിങ്ങളെ സംശയങ്ങളൊക്കെ കമൻറ്റിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ ട്യൂട്ടോറിയൽസൊക്കെ ഞാൻ ഒരുവിധം എഡിറ്റിംഗ് വീഡിയോസ് ആയാലും ക്രാഫ്റ്റിൻ്റെ ആയാലും ഒരുവിധം എല്ലാതും ഇട്ടിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും അങ്ങനത്തെ വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും എഡിറ്റിംഗ് വീഡിയോസ്, അതുപോലെ തന്നെ ട്യൂട്ടോറിയൽസ്, അതുപോലെ ക്രാഫ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ്. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും വീഡിയോ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇതാ ഇവിടെ തന്നെ നെയ്ച്ചോറിനുള്ളതും അതുപോലെ തന്നെ ചിക്കൻ കറിക്കുള്ളതൊക്കെ ഉള്ളിയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് കട്ട് ചെയ്തിട്ടുള്ള കുറച്ച് ഉള്ളി എടുത്തിട്ട് ഞാനിതാ സാലഡ് ഉണ്ടാക്കാൻ വേണ്ടി അതിലേക്ക് മാറ്റി വെക്കുകയാണ്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പേസ്റ്റ് ആക്കാൻ എന്തായാലും പറ്റില്ല, മിക്സിങ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനെ തന്നെ ഞാൻ ബാക്കിയുള്ള വെജിറ്റബിൾസും കൂടി തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അത് ആവശ്യമുള്ള എല്ലാ വെജിറ്റബിൾസും ഞാൻ അതുപോലെ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സവോള കുറച്ച് കറി വെക്കാനും പിന്നെ കുറച്ച് നെയ്ച്ചോറിലേക്ക് വേണ്ടിയിട്ടാണ് സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുള്ളത്. പിന്നെ എന്താ സാലഡ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിലേക്കുള്ളത് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിലേക്ക് തൈരിട്ട് കൊടുത്തിട്ട് അത് സെറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതാ സാലഡ് അങ്ങനെ റെഡിയാക്കി മാറ്റി വെക്കുകയാണ്. അതിനെന്തായാലും കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുക. എനിക്കധികം കുക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ എല്ലാതും ഇങ്ങനെ സെറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ട് പിന്നെ കുക്ക് ചെയ്യാനാണ് ഇഷ്ടം. നമ്മൾ കുക്ക് ചെയ്യുന്ന ടൈമിൽ വേറെ എന്തെങ്കിലും കട്ട് ചെയ്യുകയൊക്കെ എന്നുണ്ടെങ്കിൽ ഈ കുക്ക് ചെയ്യണത് കറക്റ്റ് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. എനിക്കങ്ങനെയാണ് പൊതുവേ തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാനധികം അങ്ങനെയാണ് ചെയ്യാറുള്ളത്. പിന്നെ നാട്ടിലൊക്കെ ആകുമ്പോൾ നമുക്ക് എപ്പോഴൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. നാട്ടിലൊക്കെ ആകുമ്പോൾ എന്തായാലും ഉപ്പേരി കറിയൊക്കെ ഒപ്പം വെക്കുമ്പോൾ എന്തായാലും ഇങ്ങനെ സാവധാനം ഉണ്ടാക്കാനൊന്നും പറ്റില്ല. അപ്പോൾ പിന്നെ കുക്ക് ചെയ്യണതിൻ്റെ ഇടയിൽ തന്നെ കട്ട് ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അതാ ഞാൻ ഫസ്റ്റ് തന്നെ ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാൻ ഞാൻ ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാ എണ്ണയ്ക്ക് ഒന്ന് ചൂടായി വന്നപ്പോൾ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ള സവോള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് എടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കണം. ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നപ്പോൾ ഞാൻ അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിയും അതുപോലെ പച്ചമുളകൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള പട്ട, ഗ്രാമ്പൂ, ഏലക്ക അതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് എണ്ണയിലൊക്കെ കടന്ന് നന്നായിട്ടൊന്ന് വാടി വരുന്ന ടൈമിൽ തക്കാളിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. തക്കാളിയൊക്കെ ആഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് ആവശ്യമുള്ള ആ ഒരു പൊടികളും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാലയാണ് ആഡ് ചെയ്യുന്നത്. പൊടികളൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ഇട്ടെടുത്തിട്ട് പിന്നെ ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാൻ കേട്ടോ. അടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം കൂടി ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ചിക്കനും കൂടി ഒന്ന് ആഡ് ചെയ്യാനുണ്ട്. ചിക്കൻ്റെ കാര്യം പറയാന്നുണ്ടെങ്കിൽ ചിക്കന് കട്ട് ചെയ്യാതെ ഫുൾ ചിക്കനായിട്ടാണ് കിട്ടാറുള്ളത്. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കുമ്പോഴത്തേന് കുറച്ചധികം ടൈം ഓടിക്കും. അപ്പോൾ അതൊക്കെ ഞാൻ നേരത്തെ വീഡിയോ എടുക്കുന്നതിന് മുന്നേ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് മല്ലിച്ചപ്പും കൂടി ആഡ് ചെയ്തിട്ട് ഞാനൊന്ന് അടച്ച് വെച്ച് വേവിക്കുകയാണ്. ഇപ്പോൾ ഞാൻ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല, അതിൽ നിന്ന് തന്നെ അത്യാവശ്യം വെള്ളം ഇറങ്ങി വരുമല്ലോ. പിന്നെ നോക്കിയിട്ട് എന്തായാലും ലാസ്റ്റ് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്.
അപ്പോൾ ചിക്കൻ കറിയൊക്കെ അവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ആ ഒരു ടൈമിൽ നെയ്ച്ചോറിനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ്. അപ്പോൾ റൈസ് എടുത്തിട്ടുള്ളത് ജീരകശാല റൈസാണ് കേട്ടോ. ഞാനൊരു ബിരിയാണി വെക്കുന്ന ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെടുത്തിട്ടുണ്ടായിരുന്ന ആ റൈസിൻ്റെ ബാക്കി റൈസാണിത്. ഞങ്ങൾക്ക് ഇവിടെ പിന്നെ 2 പേർക്കായതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ റൈസൊക്കെ ഞാൻ ഇതുപോലെ അളന്നെടുക്കുകയാണ്. ഈ ഒരു കപ്പിനുള്ള റൈസ് തന്നെയായിട്ട് ഞാൻ എടുത്തിട്ടുള്ളൂ. ഇതന്നെ പിന്നെ ഒരു 3-4 പേർക്ക് കഴിക്കാനുള്ളത് ഉണ്ടാവും. ഞാൻ കുക്ക് ചെയ്യുമ്പോൾ അവിടെ കിച്ചണിൽ വന്നിരുന്നിട്ട് ഐസോടെ സൈഡിൽ നിന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ കറിയൊക്കെ ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചിക്കനൊക്കെ വന്ന് നല്ലോണം വെള്ളം അതിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മറ്റേ സൈഡിൽ ഞാൻ കുക്കർ വെച്ചിട്ടുണ്ട് റൈസ് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. നെയ്യൊക്കെ ഒന്ന് മെൽട്ടായി വരുമ്പോൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവോളയും പിന്നെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, അതുപോലെ തന്നെ ക്യാരറ്റ് ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ തന്നെ റൈസ് കഴുകി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് ഞാൻ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. റൈസ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ വെള്ളം തിളപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ചിക്കൻ കറി നല്ലോണം വറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിലേക്കും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളത്തിനനുസരിച്ച് ഞാനൊന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ റൈസിലേക്കും ആവശ്യമുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇനി ഇത് തിളച്ച വെള്ളമായതുകൊണ്ട് തന്നെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് ഞാൻ അത് അടച്ച് വെച്ചിട്ടൊന്ന് ഒരു വിസിൽ വരെ വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ റൈസ് അവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു ടൈമിൽ ഞാൻ സിങ്കിൽ കുറച്ച് പാത്രങ്ങൾ പരന്ന് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കഴുകി വെക്കുകയാണ്. പിന്നെ ഞാൻ അതിൽ നിന്ന് കുറച്ച് ചിക്കൻ ഉണ്ടല്ലോ ഇതുപോലെ മസാല ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഐസൂനൊക്കെ കറിയത്തെ ചിക്കനേക്കാൾ കൂടുതൽ ഇഷ്ടം ഇങ്ങനെ ഫ്രൈ ആക്കിയ ചിക്കനാണ്. അപ്പോൾ എന്തായാലും അതും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ റൈസ് കറക്റ്റ് വേവിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആവിക്കൊന്ന് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് ചെറുതായി തുറന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ ചിക്കൻ എന്താ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോസൊക്കെ എടുക്കുന്നത് ഇവിടുത്തെ ഒരു 11 മണി 12 മണിയൊക്കെ ആ ഒരു ടൈമിലാണ് കേട്ടോ. നൈറ്റാണ്. അപ്പോൾ ഷെജീർ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് 1 മണിയൊക്കെ ആകുമ്പോഴാണ് വരിക. അപ്പോൾ ആ ഒരു ടൈമിൽ ഞങ്ങൾ അത്താഴം കഴിക്കുകയാണ് ചെയ്യാറുള്ളത്. പിന്നെ ആ ഒരു ടൈമിലല്ല ഉറങ്ങുക. പിന്നെ നീച്ചിട്ട് അത്താഴം കഴിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ ഒരു ടൈമിൽ തന്നെ അത്താഴം കഴിച്ചിട്ട് അങ്ങനെ കിടക്കുകയാണ് ചെയ്യാറുള്ളത്. അങ്ങനെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഐസ് ഇവിടെ അതാ ഫുൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കച്ചറാക്കിയിട്ടുണ്ടാവും, മുട്ടായി കവർ അങ്ങനെ ഓരോന്നൊക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കുകയാണ്. അങ്ങനെ ദാ ഷെജീർ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ തന്നെ ഞാനിവിടെ സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇന്ന് കഴിക്കുകയാണ്. പിന്നെ ഷെജീർ വരുമ്പോൾ മന്തി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട്. ഷെജീർ വരുമ്പോൾ ഇതുപോലെ എന്നും എന്തെങ്കിലും മന്തിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരാറ് തന്നെയാണ്. പിന്നെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇടയ്ക്കൊക്കെ ഇവിടെ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്തിട്ട് ഇങ്ങനെ കഴിക്കാറുള്ളൂ. അപ്പോൾ ഞങ്ങളിതുപോലെ കഴിക്കുന്ന ടൈമിൽ എന്തെങ്കിലും കോമഡി മൂവീസൊക്കെ വെച്ച് അങ്ങനെ ഇരുന്ന് കഴിക്കാറാണ്. പിന്നെ തന്നെ ആ വീഡിയോസ് എടുക്കുന്നത് പിറ്റേ ദിവസം മോർണിംഗ് ആണ്. ഞങ്ങൾ കഴിച്ച് കിടക്കുമ്പോഴേക്കും 2 മണി 3 മണിയൊക്കെ ആ ഒരു ടൈമൊക്കെ ആവും. പിന്നെ ഷെജീർ രാവിലെ ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ ഞാൻ എണീക്കും പിന്നെ വീണ്ടും കിടക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഞാൻ എണീറ്റ് ബ്രഷ് ചെയ്യും, ഫേസ് വാഷ് ചെയ്യുകയൊക്കെ ചെയ്യാണ്. ഞാൻ ഈ വീഡിയോസൊക്കെ വോയിസ് ഓവർ കൊടുക്കുന്നത് പല ടൈമിലായിട്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതെന്നാണ് അപ്ലോഡ് ചെയ്യാൻ തന്നെ അറിയില്ല. ചിലപ്പോൾ ഞാൻ ഇതിനൊക്കെ 2 ദിവസം മുന്നൊക്കെ ആയിട്ടാവും അപ്ലോഡ് ചെയ്യാനുണ്ടാവുക. അങ്ങനെ ഫേസ് വാഷ് ചെയ്യലൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊരു മോയ്സ്ചറൈസറും പിന്നെ ഒരു ലിപ് ബാമും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ന്യൂ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇതിന് മുന്നേ ഞാൻ വേറൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് അങ്ങനെ തുടങ്ങിയിട്ടുള്ള സ്കിൻ കെയർ ആണ്. ലിപ് ബാം പിന്നെ ഞാൻ നോർമലി യൂസ് ചെയ്യുന്ന ഒരു ലിപ് ബാം തന്നെയാണ്. ഇത് അലോവേരൻ്റെ ഒരു ലിപ് ബാമാണ്. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നായിട്ടാണ് ഓർഡർ ചെയ്തിട്ടുണ്ടാകുന്ന തോന്നുന്നുണ്ട്. പിന്നെ അത് ഐസ് നല്ലോണം ഉറക്കത്തിലാണ് കേട്ടോ. അപ്പോൾ അവളെ വിളിപ്പിച്ച് എണീപ്പിച്ച് ഫ്രഷ് ആക്കി കൊടുത്ത് പിന്നെ ഫുഡൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ ഫുഡ് നല്ല നെയ്ച്ചോറ് ഉണ്ടാക്കിയാൽ ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കൊടുക്കുകയാണ്. അപ്പോൾ അവൾക്ക് ഇതുപോലെ ഞാൻ വാരി കൊടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അവൾ നേരെ കഴിക്കൂല എന്ന് മാത്രമല്ല, അവൾ കഴിക്കാന്നുണ്ടെങ്കിൽ ഒരുപാട് ടൈം എടുക്കുകയും ചെയ്യും. പിന്നെ അവൾ കഴിച്ച ഒരു ഭാഗം മൊത്തത്തിൽ പണിയാക്കി വെച്ചിട്ടുണ്ടാവും.
അപ്പോൾ അതിലും നല്ല ഞാൻ വാരി കൊടുക്കുന്നതല്ലേന്ന് വിചാരിച്ചിട്ട് ഞാൻ വാരി കൊടുക്കും. അതാകുമ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ കഴിക്കും. അങ്ങനെ ഫുഡ് എടുക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വാഷ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഒന്ന് എടുക്കുകയാണ്. പിന്നെ നോമ്പ് തുറക്കുമ്പോഴുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ടുവരായതുകൊണ്ട് തന്നെ അതിൻ്റെ കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ വേറെ കാര്യമായിട്ട് പണികളൊന്നുമില്ല. അടിച്ചുവാരലും തുടക്കലൊക്കെ പിന്നെ ഐസ് ഓരോന്ന് വൃത്തികേടാക്കും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അപ്പം തന്നെ ചെയ്യാറുള്ളത്. പിന്നെ ഒരു 2 ദിവസം കൂടുമ്പോൾ മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കി എടുക്കും. അങ്ങനെ ഡ്രസ്സും പിന്നെ ബെഡ്ഷീറ്റൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇടുന്നുണ്ട്. അങ്ങനെ ഡ്രസ്സൊക്കെ വാഷ് ആവുന്ന ടൈം കൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ പോയിട്ട് ഒന്ന് ഫ്രഷ് ആയി വരികയാണ്. അങ്ങനെ ഫ്രഷ് ആവലൊക്കെ കഴിഞ്ഞ് നിൽക്കുമ്പോൾ തന്നെ ഷെജീർ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, പുറത്തേക്ക് വരാൻ വേണ്ടി പറഞ്ഞിട്ട് ഫുഡ് കൊണ്ടുതരാൻ വേണ്ടിയിട്ടാണ്. ഡ്യൂട്ടി ടൈമിൻ്റെ ഇടയിൽ നിന്ന് വരുന്നതുകൊണ്ട് തന്നെ അധികം ടൈമൊന്നും നിൽക്കാനൊന്നും പറ്റൂല. പെട്ടെന്ന് തന്നെ ഫുഡ് തന്നിട്ട് അങ്ങനെ പോവാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഞങ്ങളിതാ പുറത്ത് പോയി ഈ ഗേറ്റിൻ്റെ അവിടെ പോയി ഇങ്ങനെ നിൽക്കുകയാണ് ചെയ്യാറുള്ളത്. ഇവിടെ സൈഡിലായിട്ടൊക്കെ ഓരോരോ റൂമുകളാണ് കേട്ടോ. ഇവിടെ പിന്നെ എല്ലാവരും ഫുൾ ടൈം റൂമിൽ തന്നെ ആവുകൊണ്ട് അധികം ടൈമൊന്നും ഞങ്ങൾ കാണാറില്ല. പിന്നെ ഞങ്ങളും അങ്ങനെ കാര്യമായിട്ട് പുറത്തൊന്നും ഇറങ്ങാറില്ല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടാകുമ്പോൾ തന്നെ പുറത്തിറങ്ങാറുള്ളൂ. ഞങ്ങളെപ്പോഴും റൂമിൻ്റെ ഉള്ളിൽ ഫുൾ ടൈം ഇരിക്കുന്നതുകൊണ്ട് തന്നെ അങ്ങനെ എപ്പോഴും പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ഐസുവിന് ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ തന്നെ ഞങ്ങൾക്ക് നോമ്പ് തുറക്കാനുള്ള ഫുഡൊക്കെ ആയിട്ട് ഷെജീർ അങ്ങനെ വന്നിട്ടുണ്ട്. അങ്ങനെ നോമ്പ് തുറക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് പൈനാപ്പിൾ ജ്യൂസും മുന്തിരി ജ്യൂസൊക്കെയാണ് ഉണ്ടായിരുന്നത്. പിന്നെ എണ്ണക്കടി, ബ്രെഡ് പൊരിച്ചതും പിന്നെ സമൂസ, പൊക്കവട അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് ഉണ്ടാകുന്നത്. പിന്നെ ഫ്രൂട്ട്സ് ഐറ്റംസ് ഒന്നും അങ്ങനെ കൊണ്ടുവരാറില്ല, ഇടയ്ക്കൊക്കെ കൊണ്ടുവരാറുള്ളൂ. കാരണം ഞാൻ ഫ്രൂട്ട്സ് ഐറ്റംസ് ഒന്നും അങ്ങനെ കഴിക്കൂല. പിന്നെ വെറുതെ കൊടുന്ന് വേസ്റ്റാക്കി കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ കൊണ്ടുവരാറില്ല. അങ്ങനെ നോമ്പുത്രൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ നിസ്കരിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിസ്കരിക്കുമ്പോൾ സൈഡിലായിട്ട് ഐസും എൻ്റെ ഷാളൊക്കെ എടുത്ത് ചുറ്റിക്കെട്ടി ഇതുപോലെ ഇരിക്കുന്നുണ്ടാവും. പിന്നെ ഇവിടുത്തെ നോമ്പിൻ്റെ കാര്യം പറയാന്നുണ്ടെങ്കിൽ തീരെ വിശപ്പും ദാഹവും ഒന്നും ഉണ്ടാവില്ല കേട്ടോ. കാരണം നമ്മൾ അത്യാവശ്യം ലേറ്റ് ആയിട്ടാണ് നീക്കുക. ഇവിടെ പിന്നെ നല്ല തണുപ്പായതുകൊണ്ട് തന്നെ നമുക്ക് തീരെ ദാഹം ഉണ്ടാവില്ല കേട്ടോ. നോമ്പ് എടുക്കുന്നുണ്ടെന്ന് തന്നെ തോന്നൂല. കാരണം നമുക്ക് പണികളൊന്നും പിന്നെ കാര്യമായിട്ടൊന്നും ഇല്ലല്ലോ. പിന്നെ മെയിനായിട്ട് നാട്ടിലൊക്കെ ഇപ്പോൾ എന്തായാലും നല്ല ചൂടാണല്ലോ. ഞാൻ ഫസ്റ്റ് നോമ്പിനൊക്കെ നാട്ടിലായിരുന്നല്ലോ. അപ്പോൾ തന്നെ അവിടെ ചൂടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ നോമ്പെടുക്കാൻ നല്ല ബുദ്ധിമുട്ടായി തോന്നിയിട്ടുണ്ടായിരുന്നു. നല്ല ദാഹവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ എന്തായാലും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ പിന്നെ മെയിൻ ഫുഡ് കഴിക്കാൻ പോവാണ്. ഇതിപ്പോൾ ഞങ്ങൾ നിസ്കരിച്ച പാടല്ല കേട്ടോ ഫുഡ് കഴിക്കാൻ പോണത്. നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ വീട്ടിലേക്കൊക്കെ ഫോൺ ചെയ്യലും ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ചധികം ടൈമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിക്കുന്നത്. നോമ്പൊക്കെ തുറന്ന് ജ്യൂസും പിന്നെ എണ്ണക്കടിയൊക്കെ കഴിച്ചാൽ തന്നെ വയറ് ഫുള്ളായി. അതന്നെ ഫുള്ള് കഴിക്കാൻ വയ്ക്കൂല കേട്ടോ. പിന്നെ അപ്പോൾ തന്നെ ഫുഡ് കഴിക്കാൻ എന്തായാലും വയ്ക്കൂല. അപ്പോൾ എന്തായാലും കുറച്ചൊക്കെ ടൈം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാറുള്ളത്. പിന്നെ ഷെജീർ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ ഏകദേശം 1 മണിയൊക്കെ ആവുമല്ലോ. പിന്നെ ആ ഒരു ടൈമിലല്ലേ പിന്നെ ഫുഡ് കഴിക്കുക. അങ്ങനെ തന്നെ ഞങ്ങൾ 2 പേരും കൂടി ഇന്ന് ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് മെയിൻ ഫുഡായിട്ട് ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ നാട്ടിലാവുമ്പോൾ ഐസുനും തീരെ ഫോൺ കൊടുക്കണ്ടായിരുന്നില്ല കേട്ടോ. ഇവിടെ വന്നപ്പോൾ പിന്നെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരുപാട് ടൈം ഇങ്ങനെ ഇരിക്കുകയല്ലേ. കുറേ ടൈം അവളിങ്ങനെ അവളുടേതായ കളികളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോവും. പിന്നെ വല്ലാതെ ബോറടിച്ചിരിക്കുക എന്നുണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ കാർട്ടൂൺ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കും. ടിവിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതല്ലേ. പിന്നെ ഈ ഒരു ബിരിയാണിൻ്റെ കൂടെ ആയിട്ട് തരിക്കഞ്ഞി ഉണ്ടാവലുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വ്ളോഗ്. അപ്പോൾ ഞങ്ങളെ ഇവിടുത്തെ ഒരു ഡേ ഇങ്ങനെയൊക്കെയാണ് പോവാറുള്ളത്. അധിക ദിവസങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണ്, വലിയ മാറ്റങ്ങളൊന്നുമില്ല. അപ്പോൾ ഓക്കെ ബൈ. ഇനി എന്തായാലും ഈദ് വ്ളോഗൊക്കെ ആയിട്ട് വരാം ഇൻഷാ അല്ലാ. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.